ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് കെമിസ്ട്രിയുടെയാണ്. നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ സിലബസിൽ വന്നിട്ട് മൊഡ്യൂൾ നമ്പർ 6 ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ്, പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ കെമിസ്ട്രിയിലെ +1 സെക്കൻഡ് പാർട്ടിലെ ഒരു 10th ചാപ്റ്റർ ആയിട്ട് വരും എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അതിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പേ ഉള്ള വീഡിയോ നോക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അതാണ് നമ്മുടെ ചാപ്റ്റർ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോഡിയം കാർബണേറ്റ് വരെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് വാഷിംഗ് സോഡ, അതായത് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് സോഡിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ജസ്റ്റ് നമ്മുടെ കോഴ്സിൻ്റെ കാര്യം ജസ്റ്റ് പറയാം. നമ്മുടെ ഫിസിക്കൽ സയൻസിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽസ് ഒക്കെ NCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, സ്ഥിരം ക്ലാസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. സോ ഇതിനകത്ത് നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈച്ച് ചാപ്റ്റർ വൈസ് ആയിരിക്കും, അത് മലയാളത്തിലായിരിക്കും. പിന്നെ കുറച്ച് ന്യൂമറിക്കൽസ്, അതായത് നമ്മുടെ എൻട്രൻസ് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അതെല്ലാം ഫുള്ളി സോൾവ് ആയിരിക്കും. നമ്മുടെ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്, സിലബസ് ബേസ്ഡ്. ദെൻ NCERTയുടെ സൊല്യൂഷൻസ്, പിന്നെ NCERTയുടെ PDF കോപ്പീസ് ആയിട്ട് ഉണ്ടാവും. NCERT സൊല്യൂഷൻസ് ആകുമ്പോൾ NCERTയുടെ പുറകിലെ എക്സൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് വരുന്നത് 499 ആണ്. നിങ്ങൾക്ക് ഇത് എക്സാം കഴിയുന്നവരെ വരെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഇത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ ഇത് ആക്സസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ബാക്ക് ടു നമ്മുടെ ക്ലാസ് വരുമ്പോഴത്തേക്കും. അപ്പോൾ സോഡിയം ക്ലോറൈഡിലേക്ക് വരാം. സോഡിയം ക്ലോറൈഡ് NaCl. അപ്പോൾ 2.7 മുതൽ 2.9% വരെ സോഡിയം ക്ലോറൈഡ് അടങ്ങിയിരിക്കുന്ന കടൽ ജലമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സ്. അപ്പോൾ NaClൻ്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സീ വാട്ടർ ആണ്, അല്ലേ? പിന്നെ ഇന്ത്യയെ പോലെയുള്ള ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ കടൽ ജലം ബാഷ്പീകരിച്ചാണ് ഉപ്പുണ്ടാക്കുന്നത്. നമുക്കറിയാലോ, സീ വാട്ടറിനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപ്പുണ്ടാക്കുന്നത്. ഇനി ഓരോ വർഷവും ഏകദേശം 50 ലക്ഷം ടൺ ഉപ്പാണ് സൗരബാഷ്പീകരണം വഴി നിർമ്മിക്കപ്പെടുന്നത്. അതായത് സോളാർ ഇവാപ്പറേഷൻ, അതായത് സൺലൈറ്റിന്റെ ഇവാപ്പറേഷൻ വഴി നിർമ്മിക്കുന്ന എന്താണ്? 50 ലക്ഷം ടൺ ഉപ്പാണ് ഓരോ വർഷവും. ഇനി ബ്രൈൻ ലായനിയുടെ ബാഷ്പീകരണം വഴി ലഭിക്കുന്ന അസംസ്കൃത ഉപ്പിൽ സോഡിയം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് എന്നിവ മാലിന്യമായി ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ സോൾട്ടിന്റെ സൊല്യൂഷൻ, അതായത് NaClന്റെ ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് നമ്മൾ ഈ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ NaCl സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? ഇവാപ്പറേറ്റ് ചെയ്ത് വഴിയിട്ടാണ് നമുക്ക് ഉപ്പ് കിട്ടുന്നത്. അപ്പോൾ ഈ ഉപ്പ് എന്ന് പറയുന്നത് അസംസ്കൃത ഉപ്പാണ്. അതായത് മീൻസ് അതിനകത്ത് എന്താണ്? ഒരുപാട് മാലിന്യങ്ങൾ, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അടങ്ങിയ ഉപ്പായിരിക്കും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? കാൽസ്യം സൾഫേറ്റ്, അതുപോലെ കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് എന്നിവയായിരിക്കും അവയിൽ ഉൾപ്പെട്ട മാലിന്യങ്ങൾ, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ്? നമുക്ക് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്താൽ മാത്രം എന്താണ്? ഇതിനെന്താണ്? പ്യുവർ ഫോമിലോട്ട് ആക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് എന്നിവ മാലിന്യമാകാൻ കാരണം അവ ഡെലിക്വസന്റുകളാണ്, അല്ലെ? ഡെലിക്വസന്റ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പത്തെ ആഗിരണം ചെയ്യുന്നു, അതായത് മോയ്സ്ചറിനെ അന്തരീക്ഷത്തിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെലിക്വസൻസ്. അപ്പോൾ ഈ മഗ്നീഷ്യം ക്ലോറൈഡും കാൽസ്യം ക്ലോറൈഡും ഡെലിക്വസൻസ് ആണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു സോഡിയം ക്ലോറൈഡിലെ ക്രൂഡ് സോഡിയം ക്ലോറൈഡിലെ ഇമ്പ്യൂരിറ്റീസ് ആണ്, അല്ലെങ്കിൽ മാലിന്യങ്ങളാണെന്ന് പറയുന്നത്. സോ ആയതുകൊണ്ട് ശുദ്ധമായ സോഡിയം ക്ലോറൈഡ് ലഭിക്കുന്നതിനായി അസംസ്കൃത ഉപ്പിനെ കുറഞ്ഞ അളവ് ജലത്തിൽ ലയിപ്പിച്ച് അലയ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നു, അല്ലെ? അപ്പോൾ എന്താണ്? പ്യുവർ ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യുന്നത്? ഈ ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ സോഡിയം ക്ലോറൈഡ്, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ ഉപ്പിനെ ആദ്യം എന്താണ്? കുറഞ്ഞ അളവ് ജലത്തിൽ, അല്ലെ, ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ട് എന്താണ്? ലയിപ്പിക്കുന്നു, ഡിസോൾവ് ചെയ്യുന്നു. എന്നിട്ട് അലയ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോൾവ് ആകാത്ത ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്നു? അരിച്ചു മാറ്റുന്നു, ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. ഇനി ആ ഫിൽട്ടർ ചെയ്ത് മാറ്റിക്കഴിഞ്ഞ് മിച്ചമുള്ള ലായനിയെ പിന്നീട് ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം ഉപയോഗിച്ച് പൂരിതമാക്കുന്നു. അപ്പോൾ എന്താ കിട്ടുന്നത്? ശുദ്ധമായ സോഡിയം ക്ലോറൈഡ് ലഭിക്കുന്നു. അപ്പം സോഡിയം ക്ലോറൈഡ് പരലുകൾ വേർതിരിക്കുന്നു. പരലുകൾ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ എന്താണ്? ശുദ്ധമായ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലൈസ്ഡ് ആവുന്നു. ഇനി നോക്കാം, കാൽസ്യം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും കൂടുതൽ ലയത്വമുള്ളതിനാൽ, അല്ലെ, കാൽസ്യം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡിന്റെയും സൊല്യൂബിലിറ്റി കൂടുതലായതുകൊണ്ട്, അല്ലെങ്കിൽ അവർ സോഡിയം ക്ലോറൈഡിനെക്കാട്ടിലും കൂടുതൽ സൊല്യൂബിൾ ആയതുകൊണ്ട് അവരെന്താണ്? ലായനിയിൽ തന്നെ അവശേഷിക്കുന്നു. അവർ ആ സൊല്യൂഷനിൽ തന്നെ അങ്ങനെ തന്നെ കിടക്കുന്നു. ബാക്കി സോഡിയം ക്ലോറൈഡ് മാത്രം ആ സൊല്യൂഷനിൽ നിന്ന് ക്രിസ്റ്റലൈസ്ഡ് ആയി മാറുന്നു. ബാക്കിയുള്ള എന്താണ്? ഈ സൊല്യൂബിൾ അല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. സൊല്യൂബിൾ ആയവർ അതിനകത്ത് സൊല്യൂബിൾ ആയിട്ട് തന്നെ കിടക്കുന്നു. ബാക്കി സോഡിയം ക്ലോറൈഡിനെ നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് പ്യുവർ ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി സോഡിയം ക്ലോറൈഡ് 1081 കെൽവിനിലാണ് ഉരുകുന്നത്. അതുപോലെ 273 കെൽവിനിൽ 100 ഗ്രാം ജലത്തിൽ 36 ഗ്രാം എന്ന കണക്കിനാണ് അതിന്റെ ലയത്വം. അപ്പൊ അതിന്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 100 ഗ്രാം വെള്ളത്തിൽ 36 ഗ്രാം എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്
സോഡിയം ക്ലോറൈഡ് അതെങ്കിൽ അതിന്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് 100 ഗ്രാമിൽ 36 ഗ്രാം എന്ന കണക്കിലാണ് 273 കെൽവിനിൽ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ മാറുമ്പോൾ എന്താണ്, അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ലയത്വം എന്തിനാ ഗണ്യമായി കൂടുന്നില്ല, ഊഷ്മാവ് കൂടുന്നതനുസരിച്ച് ലയത്വം ഗണ്യമായി കൂടുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇനി NaCl ഉപയോഗം നമുക്ക് അറിയാവുന്നതാണ്, വീടുകളിൽ കറിയുപ്പായിട്ട് ഉപയോഗിക്കുന്നു. അതായത് നമ്മുടെ ടേബിൾ സോൾട്ട്, കോമൺ സോൾട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ NaCl ആണ്. അതേപോലെ തന്നെ Na2O2, NaOH, Na2CO3 എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. Na2O2 എന്ന് പറയുന്നത് നമ്മുടെ സോഡിയം പെറോക്സൈഡ്, അത് ബ്ലീച്ചിങ് ഏജന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ NaOH നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ്. അതുപോലെ Na2CO3 നമ്മുടെ സോഡിയം കാർബണേറ്റിന്റെ ഉപയോഗം എല്ലാം നമ്മൾ പറഞ്ഞതാണ്. സോ എന്നിവയുടെ നിർമ്മാണത്തിനും എന്താണ് NaCl ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ NaOH എന്ന് പറയും. ഓക്കെ, സോ കാസ്നർ കെൽനർ സെല്ലിൽ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഓർത്തു വെക്കാലോ. ഓക്കെ, അപ്പൊ കാസ്റ്റർ കെൽനർ സെൽ ഇതിന്റെ എന്താണ്, സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ് വഴിയാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് കമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്ത് വരുന്നത്. അപ്പൊ കാസ്റ്റർ കെൽനർ സെൽ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ് അത് ഓർക്കുക. മെർക്കുറി കാഥോഡും കാർബൺ ആനോഡും ആണ് ഉപയോഗിക്കുന്നത്. മെർക്കുറിയാണ് ഇവിടെ കാഥോഡ്, കാർബൺ ആണ് ആനോഡ്. ഉപയോഗിച്ച് ബ്രൈൻ ലൈനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തുന്നു. അല്ലെ, ബ്രൈൻ ലൈനി നമ്മൾ പറഞ്ഞു NaCl കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. അതിന് എന്താണ് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസിലൂടെ എന്താണ്, കാഥോഡിൽ മോചിപ്പിക്കപ്പെടുന്ന ലോഹ സോഡിയം മെർക്കുറിയുമായി യോജിച്ച് സോഡിയം അമാൽഗം ഉണ്ടാകുന്നു. അല്ലെ, അപ്പൊ കാഥോഡിൽ എന്താണ് റിലീസ് ചെയ്യപ്പെടുന്നത്, സോഡിയമാണ്. സോഡിയം റിലീസ് ചെയ്യപ്പെടുന്നു. ഈ സോഡിയം എന്താണ്, കമ്പൈൻ ചെയ്യുന്നു ആരുമായിട്ട്, മെർക്കുറി ആയിട്ട്. അങ്ങനെ മെർക്കുറി സോഡിയം മെർക്കുറി അമാൽഗം അല്ലെങ്കിൽ സോഡിയം അമാൽഗം ഫോം ചെയ്യുന്നു. അമാൽഗം എന്ന് പറയുമ്പോൾ തന്നെ അത് മെർക്കുറിയുടെ ഒരു എന്താണ് ബ്ലെൻഡ്, അതായത് മെർക്കുറിയും വേറൊരു മെറ്റലും ആയിട്ടുള്ള ഒരു അലോയി ആണ് നമ്മൾ അമാൽഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സോഡിയം അമാൽഗം ഉണ്ടാകുന്നു. സോഡിയം മെർക്കുറിയും കൂടെ ചേർന്ന് സോഡിയം അമാൽഗം ഉണ്ടാകുന്നു. ഇനി ആനോഡിൽ എന്താണ് സംഭവിക്കുന്നത്, ക്ലോറിൻ സ്വതന്ത്രമാക്കപ്പെടുന്നു. അപ്പോൾ കാഥോഡിൽ സോഡിയം മെർക്കുറിക് അമാൽഗവും ആനോഡിൽ ക്ലോറിൻ എന്താണ് സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലോറിൻ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ അതിൽ കാഥോഡിന്റെ ആനോഡിന്റെ റിയാക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം Na+ ആണ്, പ്ലസ് ആൻ ഇലക്ട്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് മെർക്കുറി എന്താണ് സോഡിയം അമാൽഗം ഫോം ചെയ്യുന്നു. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഇവോൾവ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അമാൽഗം ജലവുമായി പ്രവർത്തിച്ച സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ വാതകവും ഉണ്ടാകുന്നു. അപ്പൊ എന്താണ്, ഈ ഒരു അമാൽഗം സോഡിയം അമാൽഗം ജലവുമായിട്ട് പ്രവർത്തിച്ചതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2H2 ആയിട്ട് പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOHും ഹൈഡ്രജൻ ഗ്യാസും കൂടെ എന്താണ് റിലീസ് ചെയ്യുന്നു. അങ്ങനെ എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, സോ വെളുത്ത അർദ്ധതാര്യഖര വസ്തുവാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ വൈറ്റ് കളറാണ്. അർദ്ധതാര്യ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള ഒരു സോളിഡ് ആണ്. കരം എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡ്. അപ്പൊ ട്രാൻസ്ലൂസന്റ് സോളിഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് എന്താ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ആൻഡ് അത് 591 കെൽവിനിൽ ഉരുകുന്നു. ഇത് ജലത്തിൽ നന്നായി ലയിച്ച് വീര്യമേറിയ ക്ഷാരലായനി ഉണ്ടാകുന്നു. അല്ലെ, ഹൈലി ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് പരലുകൾ ഈർപ്പം ആഗിരണം ചെയ്ത് അലിയുന്ന തരത്തിലുള്ളതാണ്. അല്ലെ, അപ്പൊ ഹൈലി ഡെലിക്വസന്റ് ആണ്. അതായത് നമ്മളത് അതിനെ ജസ്റ്റ് നമ്മൾ എയറുമായിട്ട് കോൺടാക്ട് ചെയ്യിപ്പിച്ചാൽ, അതായത് ജസ്റ്റ് തുറന്നു വെച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എന്താണ് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഉരുക്കുക എന്നല്ല, അതൊരു എന്താണ് ഈ വാട്ടർ എല്ലാം കൂടെ അബ്സോർബ് ചെയ്തിട്ട് ഒരു കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത്. ഡെലിക്വസന്റ് നമ്മൾ പറയും. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിച്ച് NaOH ലായനിയുടെ പ്രതലത്തിൽ Na2CO3 എന്താണ് ഉണ്ടാകുന്നു. അപ്പം അന്തരീക്ഷമായിട്ട് എന്താണ് ഇത് കണക്ക് കോൺടാക്ട് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് പ്രവർത്തിച്ച് എന്താണ് അവരുടെ പ്രതലത്തിൽ സോഡിയം കാർബണേറ്റും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇനി അതിന് ഉപയോഗങ്ങൾ നോക്കാം. അപ്പോൾ എല്ലാത്തിനും ഉപയോഗങ്ങൾ, അതുപോലെ കോമൺ നെയിം നമ്മൾ ഈ കാസ്റ്റിക് സോഡ, വാഷിംഗ് സോഡ എന്ന് പറയുന്നത്, അതുപോലെ കെമിക്കൽ ഫോർമുല അതൊക്കെ നോക്കി വെച്ചോളൂ. അപ്പോൾ സോഡിയത്തിന്റെ നമ്മൾ സോഡിയം കാർബണേറ്റ്, വാഷിംഗ് സോഡ, സോഡിയം ക്ലോറൈഡ് NaCl ആണ് കോമൺ സോൾട്ട്, ടേബിൾ സോൾട്ട് എന്ന് പറഞ്ഞു. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH കാസ്റ്റിക് സോഡ. ഇനി അതിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പറയാൻ വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന നിർമ്മിക്കാൻ NaOH ഉപയോഗിക്കുന്നു. ഓക്കെ, ഏതൊക്കെയാണ്, വിവിധ തരം രാസവസ്തുക്കൾ, കൃത്രിമ പട്ട്, പേപ്പർ, സോപ്പ്. അല്ലെ, ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് NaOH ആണ് ഉപയോഗിക്കുന്നത്. കൃത്രിമ പട്ട്, അതുപോലെ തന്നെ എന്താണ് പേപ്പർ, സോപ്പ് ഒക്കെ, പിന്നെ പലതരത്തിലുള്ള കെമിക്കൽസ്, പിന്നെ പെട്രോളിയം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബോക്സൈറ്റിന്റെ ശുദ്ധീകരണം. അല്ലെ, ബോക്സൈറ്റ് എന്താണെന്ന് അറിയാലോ, എന്താണ് അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. അപ്പൊ അതിന്റെ ശുദ്ധീകരണത്തിലൊക്കെ എന്താണ് ഈ ഒരു NaOH യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കോട്ടൺ തുണികളിലെ മെഴ്സറൈസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ശുദ്ധമായ കൊഴുപ്പ്, എണ്ണ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷണശാലയിലെ രാസവസ്തുവായിട്ട് അല്ലെങ്കിൽ ലബോറട്ടറി റിയേജന്റ് ആയിട്ടും നമ്മുടെ NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്.
അടുത്തത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. അതിനെന്താണ് ബേക്കിംഗ് സോഡ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, NaHCO3 സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇനി ചൂടാക്കുമ്പോൾ വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കുമിളകൾ ഉണ്ടാക്കുന്നതിനാൽ കേക്കുകളിലും പല ഭക്ഷണ സാധനങ്ങളിലും സുഷിരങ്ങൾ ഉണ്ടായി അവ മൃദുവും കനക്കുറവുള്ളതും ആക്കുന്നതിനാൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അപ്പക്കാരം എന്നറിയപ്പെടുന്നു. അല്ലെ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പക്കാരം എന്ന് പറയുന്നത് അതാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ ഇങ്ങനെ കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെറിയതായിട്ട് അപ്പക്കാരം ആഡ് ചെയ്യും. അപ്പോൾ എന്താണ് ഒരു ഫ്ലഫി ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ സുഷിരങ്ങളൊക്കെ ഉണ്ടായി എന്താണ് ഒരു ബബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫ്ലഫി ഫീൽ വരാനായിട്ടാണ്, കേക്കൊക്കെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത്. ഇനി സോഡിയം കാർബണേറ്റ് ലൈനിലെ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ട് പൂരിതമാക്കി സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് നിർമ്മിക്കാം. ലയത്വം കുറവായതിനാൽ വെളുത്ത പരൽ രൂപത്തിൽ അത് വേർതിരിയുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ റിയാക്ഷൻ? Na2CO3 സോഡിയം കാർബണേറ്റ്, അതുപോലെ എന്താണ് വാട്ടർ സൊല്യൂഷൻ ആണ്, സോഡിയം കാർബണേറ്റ് ലൈനിയാണ്. അതിലൂടെ എന്താണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുന്നു. അങ്ങനെ അതിനെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ട് അതിനെ സാച്ചുറേറ്റ് ചെയ്തിട്ട് എന്താണ് ഇപ്പോൾ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്സ് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആയിട്ട് എന്താണ് സെപ്പറേറ്റഡ് ആയിട്ട് വരും. അതാണ് ലയത്വം കുറവായതിനാൽ ഇവരെന്താണ് വെളുത്ത പരൽ രൂപത്തിൽ ക്രിസ്റ്റലൈസ് രൂപത്തിലാണ് സെപ്പറേറ്റഡ് ആയിട്ട് വരുന്നത്. സോ അതാണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. അപ്പോൾ അതിന്റെ യൂസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ റിയാക്ഷൻ പറഞ്ഞു, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ത്വക്കിലെ അണുബാധയ്ക്കുള്ള വീര്യം കുറഞ്ഞ ആന്റിസെപ്റ്റിക് ആണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. അഗ്നിശമനോപാധികളിൽ ഇത് ഉപയോഗിക്കുന്നു. അല്ലെ, അപ്പം ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് അതിൽ എന്താണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ള ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്താണ് സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ജീവശാസ്ത്രപരമായ പ്രാധാന്യം. അല്ലെ, ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ ആൽക്കലി മെറ്റൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. ഈ സോഡിയവും നമ്മുടെ പൊട്ടാസ്യവും ഒക്കെ നമ്മുടെ എന്താണ് ബോഡി ഫ്ലൂയിഡ്സിലുള്ള കാര്യം. അതൊന്ന് വിശദീകരിച്ച് പറയാം, നോക്കാം. 70 കിലോഗ്രാം ഉള്ള ഒരു മാതൃകാ മനുഷ്യന് 5 ഗ്രാം ഇരുമ്പും 0.06 ഗ്രാം ചെമ്പുമാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ ഏകദേശം 90 ഗ്രാം സോഡിയവും 170 ഗ്രാം പൊട്ടാസ്യം ആയിരിക്കും അടങ്ങിയിരിക്കുന്നത്. സോ രക്തത്തിലെ പ്ലാസ്മയിലും കോശാന്തര സ്ഥലങ്ങളിലെ ദ്രാവകങ്ങളിലുമാണ് സോഡിയം മുഖ്യമായും കാണപ്പെടുന്നത്. അല്ലെ, അപ്പൊ സോഡിയം എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാസ്മ, ബ്ലഡിലെ പ്ലാസ്മയിലും അതുപോലെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസസിലാന്ന് തോന്നുന്നു, ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലാണ് നമ്മുടെ സോഡിയം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പഞ്ചസാരയും അമിനോ അമ്ലങ്ങളും, അതായത് നമ്മുടെ അമിനോ ആസിഡും കോശങ്ങളിലേക്ക് കടത്തിവിടുന്നതിനും കോശസ്തരങ്ങളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും കാരണമായ നാഡീ ആവേഗങ്ങളുടെ പ്രസരണത്തിൽ ഈ അയോണുകൾ പങ്കുവഹിക്കുന്നു. അല്ലെ, നാഡീ ആവേഗങ്ങൾ എന്ന് പറയുന്ന നെർവ് സിഗ്നൽസ് ആണ്. അപ്പൊ നെർവ് സിഗ്നൽസിനെ എന്താണ് അതിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനും എന്താണ് ഈ ഒരു അയോൺസുകൾ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഷുഗർ ആൻഡ് അമിനോ ആസിഡ്സ് നമ്മുടെ സെല്ലിലോട്ട് കടത്തിവിടുക. അതുപോലെ തന്നെ നമ്മുടെ കോശസ്തരം എന്ന് പറയുന്ന സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ അക്രോസ് ആയിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലെല്ലാം ഈ ഒരു ഫ്ലോയ്ക്കൊക്കെ എന്താണ് ആര് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്? സോഡിയവും പൊട്ടാസ്യവും ഒക്കെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇനി എന്താ പറയുന്നത് നോക്കാം. സോഡിയവും പൊട്ടാസ്യവും രാസപരമായി ഒരുപോലെയാണെങ്കിലും കോശസ്തരങ്ങളിലൂടെ കടന്നു പോകുന്നതിലും സഞ്ചാര ക്രിയാവിധിയിലും എൻസൈമുകളെ ഉത്തേജിപ്പിക്കുന്നതിലും ഉള്ള കഴിവിൽ പാരമാണികമായ വ്യത്യാസം പുലർത്തുന്നു. അപ്പോൾ എന്താണ് ഇവർ തമ്മിൽ എന്നാലും എന്താണ് കുറച്ച് വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. കോശദ്രവ്യത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാറ്റയോൺ പൊട്ടാസ്യമാണ്. അത് എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും ഗ്ലൂക്കോസിനെ ഓക്സീകരിച്ച് ATP നിർമ്മിക്കുന്നതിലും പങ്കുവഹിക്കുന്നു. ATP നമ്മുടെ എനർജി കറൻസി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നതാണ് ATP എന്ന് പറയുന്നത്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, സോ നാഡീ ആവേഗങ്ങളുടെ പ്രസരണത്തിൽ സോഡിയത്തോടൊപ്പം പൊട്ടാസ്യവും എന്ത് ചെയ്യുന്നു? പങ്കെടുക്കുന്നു. നാഡീ ആവേഗങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെർവ് സിഗ്നൽസിന്റെ ട്രാൻസ്മിഷന് സോഡിയവും പൊട്ടാസ്യവും എന്താണ് കാരണമാകുന്നു. അതുപോലെ കോശസ്തരങ്ങളിലൂടെ എതിർവശങ്ങളിലുള്ള ഗാഢതയിൽ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും ഗണ്യമായ വ്യതിയാനമുണ്ട്. ഉദാഹരണമായി രക്തപ്ലാസ്മയിൽ സോഡിയത്തിന്റെ അളവ് 143 മില്ലിമോൾ പെർ ലിറ്റർ, എന്നാൽ പൊട്ടാസ്യത്തിന്റെ ഗാഢത 5 മില്ലിമോൾ പെർ ലിറ്റർ മാത്രമാണ്. അല്ലെ, അപ്പോൾ ഇവരുടെ എന്താണ് കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആണ്. സോഡിയത്തിന്റെയും പൊട്ടാസ്യം അയോണിന്റെ കോൺസെൻട്രേഷൻസ് ഡിഫറെന്റ് ആണ്. ആൻഡ് ചുവന്ന രക്താണുക്കളുടെ കോശത്തിൽ ഈ ഗാഢത 10 മില്ലിമോൾ പെർ ലിറ്ററും 105 മില്ലിമോൾ പെർ ലിറ്ററിലേക്കും എന്താണ് വ്യതിയാനം സംഭവിക്കുന്നു. ഓക്കെ, അപ്പം എന്താണ് ഇവരുടെ കോൺസെൻട്രേഷൻസ് റെഡ് ബ്ലഡ് സെൽസിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇനി അയോണുകളുടെ ഇത്തരത്തിലുള്ള ക്രമേണയുള്ള ഗാഢത വ്യതിയാനം കോശസ്തരങ്ങൾക്കിടയിലുള്ള സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന വിവേചനാത്മക ക്രിയാവിധി വിശദീകരിക്കുന്നു. സോ ഈ പ്രക്രിയയ്ക്കായി വിശ്രമാവസ്ഥയിലുള്ള മൃഗങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ATPയുടെ 1/3 കൂടുതലും വിശ്രമാവസ്ഥയിലുള്ള മനുഷ്യനിൽ 24 മണിക്കൂറിൽ ഏകദേശം 15 കിലോഗ്രാം ATPയും ഉപയോഗിക്കപ്പെടുന്നു. അല്ലെ, അപ്പൊ ഇത് നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് നമ്മൾ എന്താണ് ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെ, അപ്പൊ ഈ ഒരു വ്യത്യാസം എന്താണ് ആ സോഡിയം പൊട്ടാസ്യം പമ്പിന്റെ മെക്കാനിസം ഒക്കെ എന്താണ് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു.
ഓക്കെ, അപ്പോൾ അടുത്തത് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം എന്നിവയാണ് രണ്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ. ആവർത്തന പട്ടികയിൽ ക്ഷാരലോഹങ്ങൾക്ക് ശേഷമാണ് ഇവ വരുന്നത്. ബെറിലിയം ഒഴികെയുള്ള ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഉള്ളവ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ബെറിലിയം ഒഴികെയുള്ളവരെയാണ് നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നത്. സോ ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങളിൽ നിന്നും ബെറിലിയം വ്യത്യാസപ്പെട്ടിരിക്കുകയും അലൂമിനിയവുമായി വികരണ ബലം, അതായത് നമ്മുടെ ഡയഗണൽ റിലേഷൻഷിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷാരീയ മൃത്തിക ലോഹങ്ങളുടെ അറ്റോമിക ഭൗതിക സ്വഭാവങ്ങൾ പട്ടിക 10.2-ൽ നൽകിയിരിക്കുന്നു അല്ലെ. അപ്പം ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ എന്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ് 10.2 എന്ന് പറഞ്ഞ ടേബിൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ആദ്യം നമുക്ക് നോക്കാം ഓരോരോ പ്രോപ്പർട്ടീസ് വെച്ച്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടല്ലോ ഇവിടെ. എന്താണ് ഈ മൂലകങ്ങൾക്ക് ബാഹ്യതമ ഷെല്ലിൽ എസ് ഓർബിറ്റിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ ആൽക്കലി മെറ്റൽസിൽ 1 ഇലക്ട്രോൺ ആകുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ എന്താണ് 2 ഇലക്ട്രോണുകളാണ് ഔട്ടർ മോസ്റ്റ് എസ് ഓർബിറ്റലിൽ ഉണ്ടാകുന്നത്. ഇനി അവയുടെ പൊതു ഇലക്ട്രോൺ വിന്യാസം NS2 എന്ന് പ്രതിനിധീകരിക്കാം അല്ലെ. ഉത്കൃഷ്ടവാതകം NS2, അതായത് ഒരു നോബൽ ഗ്യാസ്, അതിന്റെ കൂട്ടത്തിൽ NS2 എന്ന് പറയുന്നതായിരിക്കും അവരുടെ എന്താണ് കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ക്ഷാരലോഹങ്ങളെ പോലെ ഈ മൂലകങ്ങളുടെ സംയുക്തങ്ങളും മുഖ്യമായും അയോണികമാണ് അല്ലെ. അപ്പൊ ഇതിന്റെ എന്താണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ് അയോണിക് ഇൻ നേച്ചർ ആണ്. നോക്കാം, മൂലകങ്ങളും അതിന്റെ പ്രതീകങ്ങളും അതുപോലെ അതിന്റെ ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ടുണ്ട്. നോക്കിയാൽ എല്ലാത്തിലും നോക്കുവാണെങ്കിൽ എന്താണ് 2 ഇലക്ട്രോൺ ആണ്. 2s2, 3s2, 4s2, 5s2 അങ്ങനെ എന്താണ് 2 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് എസ് ഓർബിറ്റലിൽ ഉള്ളത്. അപ്പോൾ ഇവരുടെ അറ്റോമിക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബോയിലിംഗ് പോയിന്റ്, അതുപോലെ തന്നെ അറ്റോമിക് റേഡിയസ്, പിന്നെ അയണൈസേഷൻ എൻതാൽപ്പി, അങ്ങനെ ഡെൻസിറ്റി പോലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിഫറെന്റ് എലമെന്റ്സിന്റെ. അടുത്ത് നോക്കാം എന്താണ് അറ്റോമിക ആരവും അയനിക ആരവും അല്ലെ. അറ്റോമിക് റേഡിയസും അയനിക് റേഡിയസും എങ്ങനെയാണ് മാറുന്നത് നോക്കാം. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ അറ്റോമിക ആരവും അയനിക ആരവും അതാത് പീരീഡുകളിൽ ക്ഷാരലോഹങ്ങളെക്കാൾ കുറവാണ് അല്ലെ. അപ്പൊ എന്താണ് അതാത് പീരീഡിലെ ഓരോരോ പീരീഡിലും ക്ഷാരലോഹങ്ങളെക്കാൾ എന്താണ് കുറവായിട്ടാണ് ഇവർക്ക് അറ്റോമിക് റേഡിയസും അയനിക് റേഡിയസും ഉള്ളത് അല്ലെ. അപ്പൊ അവയുടെ ഉയർന്ന ന്യൂക്ലിയർ ചാർജ് ആണ് ഇതിന് കാരണം. അപ്പൊ എന്താണ് ന്യൂക്ലിയർ ചാർജ് മറ്റവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് കൂടുതലാണ്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച് ഇവരുടെ എന്താണ് സൈസ് എന്താണ് കുറവാണ്. സോ ഗ്രൂപ്പിൽ അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് അറ്റോമിക ആരവും അയനിക ആരവും എന്താണ് വർദ്ധിക്കുന്നു. അപ്പൊ എന്താ പറയാ, പീരീഡുകളിൽ നോക്കുവാണെങ്കിൽ ഒരു നമ്മുടെ ആൽക്കലി മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ സൈസ് കുറവാണ്. പക്ഷേ അലോങ് ദ ഗ്രൂപ്പ് അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് അയനിക് റേഡിയസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് അയോണീകരണ എൻതാൽപ്പി മൂല്യങ്ങൾ അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പീസ് നോക്കാം. ആറ്റങ്ങളുടെ സാമാന്യ വലിപ്പ കൂടുതൽ കാരണം ക്ഷാരീയ മൃത്തിക ലോഹങ്ങൾക്ക് അയനീകരണ എൻതാൽപ്പി എന്താണ് കുറവാണ്. സോ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് എന്താണ് കുറവായിട്ടുള്ള ചെറിയ വാല്യൂ ആണ് അയനൈസേഷൻ എൻതാൽപ്പീസ് ഉള്ളത്. കാരണം എന്താണ് അവരുടെ ആറ്റങ്ങളുടെ സൈസ് ഇച്ചിരി കൂടുതലാണ്, അല്ലെങ്കിൽ വലിപ്പ കൂടുതലായതുകൊണ്ടാണ്. അറ്റോമിക് സൈസ് ഇത്തിരി കൂടുതലായതുകൊണ്ട് അവർക്ക് ലോ അയനൈസേഷൻ എൻതാൽപ്പീസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും വലിപ്പം കൂടുന്നതിനാൽ നമ്മളിപ്പോൾ പറഞ്ഞോളൂ അലോങ് ദ ഗ്രൂപ്പ് അതിന്റെ സൈസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അയനീകരണ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇത് നമ്മൾ അയനൈസേഷൻ എൻതാൽപ്പി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മുടെ പീരിയോഡിക് പ്രോപ്പർട്ടീസിന്റെ ആ ചാപ്റ്ററിലും പറഞ്ഞിട്ടുണ്ട്. അലോങ് ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു, കുറയുന്നു. സോ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ ഒന്നാം അയനീകരണ എൻതാൽപ്പി അനുയോജ്യമായ ഒന്നാം ഗ്രൂപ്പ് ലോഹങ്ങളുടേതിനേക്കാൾ ഉയർന്നതാണ്. അതുപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ രണ്ടാം അയനീകരണ എൻതാൽപ്പി അതാത് പീരീഡിലെ ക്ഷാരലോഹങ്ങളെക്കാൾ വളരെ കുറവാണെന്ന് എന്നത് താല്പര്യജനകമായ ഒരു നിരീക്ഷണമാണ്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത് അവരുടെ കറസ്പോണ്ടിങ് ആൽക്കലി മെറ്റൽസിനെക്കാട്ടിലും എന്തായിരിക്കും, കുറവായിരിക്കും. അതുപോലെ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 മെറ്റൽസിനെക്കാട്ടിലും എന്താണ് കൂടുതലും ആയിരിക്കും. അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ, അവിടെ കാണാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ അതാണ്. ഓക്കെ, സോ അതാണ്. അടുത്തത് ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്, അല്ലെങ്കിൽ ജലസംയോജന എൻതാൽപ്പികൾ. ഹൈഡ്രേഷൻ എൻതാൽപ്പീസ് നോക്കാം. ക്ഷാരലോഹ അയോണുകളെ പോലെ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ അയോണിക വലിപ്പം കൂടുന്നതിനനുസരിച്ച് അവയുടെ ജലസംയോജന എൻതാൽപ്പി എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ സൈസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് താഴോട്ട് വരുന്തോറും എന്താണ് അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന കാരണം അവരുടെ ജലസംയോജന എൻതാൽപ്പി അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു, കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ബെറിലിയമാണ്. താഴോട്ട് വരുന്നത് എന്താണ്, കുറഞ്ഞാണ്. ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം അയോൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ആൽക്കലൈൻ എർത്ത് ലോഹ അയോണുകളുടെ ജലസംയോജന എൻതാൽപ്പി ക്ഷാരലോഹ അയോണുകളുടേതിനേക്കാൾ കൂടുതലാണ്. അതിനാൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ സംയുക്തങ്ങൾ ക്ഷാരലോഹ സംയുക്തങ്ങളേക്കാൾ കൂടുതൽ അളവിൽ ജലസംയോജനത്തിന് വിധേയമാകുന്നു. അപ്പോൾ എന്താണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിനെക്കാട്ടിലും കൂടുതലാണ്. അതുകൊണ്ട് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് എന്താണ് ഈ ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അല്ലെ. അതിനാൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ സംയുക്തങ്ങൾ
ക്ഷാര ലോഹ സംയുക്തങ്ങളേക്കാൾ കൂടുതൽ അളവിൽ ജലസംയോജനത്തിന് വിധേയമാവുന്നു. പെട്ടെന്നാണ് അവർ ഹൈഡ്രേറ്റഡ് ആവുന്നത്. അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ് എന്നിവ മഗ്നീഷ്യം ക്ലോറൈഡ് .6H2O, കാൽസ്യം ക്ലോറൈഡ് .6H2O എന്നീ രൂപങ്ങളിൽ നിലനിൽക്കുന്നു. എന്നാൽ NaCl, KCl എന്നിവ ജലസംയോജിത രൂപങ്ങൾ ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ഓക്കെ, ആൻഡ് അലോങ് ദ ഗ്രൂപ്പ് അവരുടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്, കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. ഇനി ഭൗതിക ഗുണങ്ങൾ, അതായത് കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ പൊതുവെ വെള്ള നിറമുള്ളതും തിളക്കമുള്ളതും താരതമ്യേന മൃദുവും എന്നാൽ ക്ഷാരലോഹങ്ങളെക്കാൾ കാഠിന്യമുള്ളതുമാണ്. ബെറിലിയം, മഗ്നീഷ്യം ഏറെക്കുറെ ചാരനിറമുള്ളതായി കാണപ്പെടുന്നു. വലിപ്പം കുറവായതിനാൽ ഇവയുടെ ദ്രവണാങ്കവും തിളനിലയും അതാത് പിരീഡിലെ ക്ഷാരലോഹങ്ങളേക്കാൾ കൂടുതലാണ്. എന്നാൽ ഈ പ്രവണത ക്രമാനുഗതമല്ല. അവയുടെ കുറഞ്ഞ അയോണീകരണ എൻതാൽപ്പി കാരണം അവ തീവ്ര വിദ്യുദ്ഘനത സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ബെറിലിയം മുതൽ ബേരിയം വരെ ഗ്രൂപ്പിൽ താഴോട്ട് ഇവയുടെ വിദ്യുദ്ഘനത കൂടുന്നു. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം എന്നിവ ജ്വാലയ്ക്ക് യഥാക്രമം ചുടുകട്ട നിറം, കടും ചുവപ്പ് നിറം, ആപ്പിൾ പച്ചനിറം എന്നിവ പകരുന്നു. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചോണം, ഈ കളർ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. ചുടുകട്ട നിറം എന്ന് പറഞ്ഞാൽ ബ്രിക്ക് റെഡ് ആണ്. പിന്നെ ക്രിംസൺ, ആപ്പിൾ ഗ്രീൻ കളേഴ്സ് ഒക്കെയാണ് ഫ്ലെയിമിന്. ഓക്കെ, അവരുടെ ജ്വാലത എന്ന് പറയുന്നത് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ ആണ് അല്ലെ. അപ്പൊ ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ എന്താണ്, ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യുവാണുള്ളത്. അത് രണ്ടും നോക്കി വെക്കാം. ഇനി എന്താണ് പറയുന്നത്, ജ്വാലയിൽ ഇലക്ട്രോണുകൾ ഉന്നത ഊർജ്ജ നിലയിലേക്ക് ഉത്തേജിക്കപ്പെടുകയും അവ സാധാരണ അവസ്ഥയിലേക്ക് തിരികെ എത്തുമ്പോൾ ദൃശ്യപ്രകാശത്തിന്റെ രൂപത്തിൽ ഊർജ്ജം ഉത്സർജിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബെറിലിയം, മഗ്നീഷ്യം എന്നിവയിൽ ഇലക്ട്രോൺ ശക്തമായി ബന്ധിച്ചിരിക്കുന്നതിനാൽ ജ്വാലയാൽ ഉത്തേജിക്കപ്പെടുന്നില്ല. അതിനാൽ അവ ജ്വാലയ്ക്ക് നിറം പകരുന്നില്ല. ഗുണാത്മക അപഗ്രഥനത്തിൽ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിവ എന്നിവയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് ജ്വാലാ പരീക്ഷണവും അവയുടെ അളവ് കണക്കാക്കുന്നതിന് ഫ്ലെയിം ഫോട്ടോമെട്രിയും ഉപയോഗപ്രദമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ ലാബിൽ ഈ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഒക്കെ എന്താണ് മറ്റേ നമ്മുടെ കെമിസ്ട്രി ലാബിൽ എന്താണ് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫ്ലെയിമിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. ഫ്ലെയിമിന്റെ കളർ മാറുന്നതനുസരിച്ച് കാൽസ്യം ആണോ, സ്ട്രോൺഷ്യം ആണോ, ബേരിയം ആണോ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഓക്കെ, സോ ലോഹങ്ങളുടെ പ്രധാന സവിശേഷതമായ ഉയർന്ന വൈദ്യുത ചാലകതയും താപചാലകതയും ക്ഷാരലോഹങ്ങളെ പോലെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾക്കും ഉണ്ട്. ഓക്കെ, കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണുള്ളത്. ആദ്യം നമ്മൾ ഇവര് സിൽവർ കളറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വൈറ്റ് സിൽവറി കളറാണുള്ളത്. അതുപോലെ തന്നെ ഇവർ സോഫ്റ്റ് ആണ്, പക്ഷേ ആൽക്കലി മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഹാർഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ആൽക്കലി മെറ്റൽസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇലക്ട്രോപോസിറ്റീവ് നേച്ചർ കാര്യം പറഞ്ഞു. പിന്നെ എന്താണ് ഈ ഫ്ലെയിമിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇതൊക്കെയാണ് കുറച്ച് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. നോക്കി വെക്കാം. അടുത്ത നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ടാണ് പോകുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ രാസസവിശേഷതകൾ. ക്ഷാരലോഹങ്ങളെക്കാൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾക്ക് ക്രിയാശീലത കുറവാണ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഈ മൂലകങ്ങളുടെ ക്രിയാശീലത വർദ്ധിച്ചു വരുന്നു. അപ്പം ക്രിയാശീലത എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണോ വേറൊരു ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അല്ലെ റിയാക്ടിവിറ്റി അല്ലെ. അപ്പൊ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്താണ് കുറവാണ് ആൽക്കലി മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും എന്താണ് ഇവരുടെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് ചെയ്യാണ്. റിയാക്ടിവിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇനി അടുത്തത് പല ഇതുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം എന്താണ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ ആൻഡ് വാട്ടർ, വായുവും ജലവുമായുള്ള പ്രതിപ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഉപരിതലത്തിൽ ഓക്സൈഡ് പാളി രൂപപ്പെടുന്നതിനാൽ ബെറിലിയവും മഗ്നീഷ്യവും രാസഗതിക നിർജീവാവസ്ഥയിലാണ്. അതിനാൽ ഓക്സിജനും ജലവുമായി പ്രതിപ്രവർത്തിക്കുന്നില്ല അല്ലെ. അപ്പൊ എന്താണ് ഈ നമ്മുടെ ബെറിലിയം മാഗ്നീഷ്യത്തിന്റെയും കേസ് എന്ന് പറഞ്ഞാൽ അവരുടെ മുകളിൽ എന്താണ് ഒരു ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യും. അതാണ് ഒരു ഓക്സൈഡ് പാളി എന്ന് പറയുന്നത്. അപ്പൊ ഓക്സൈഡ് പാളി ഇങ്ങനെ ഫോം ചെയ്യുന്ന കാരണം അവരെന്താണ് മോസ്റ്റ്ലി അവർ ഇനേർട്ട് ആയിട്ടിരിക്കുകയാണ്, ഒരു നിർജീവ അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ അവരെന്താണ് പ്രത്യേകിച്ച് എന്താണ് ഓക്സിജനും ജലവുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ കാര്യം പറയാം. എന്നാൽ പൊടിച്ച ബെറിലിയം വായുവിൽ കത്തിക്കുമ്പോൾ ഉജ്ജ്വലമായി ജ്വലിച്ച് ബെറിലിയം ഓക്സൈഡ്, ബെറിലിയം നൈട്രൈഡ് എന്നിവ രൂപപ്പെടുന്നു. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചോളാം. എന്താണ് നമ്മുടെ ബെറിലിയം മാഗ്നീഷ്യം എന്താണ് നിർജീവാവസ്ഥയിലാണ്, പക്ഷെ എന്നാലും പൊടിച്ച ബെറിലിയം എന്താണ് എയറിൽ എന്താണ് ഉജ്ജ്വലിക്കുമ്പോൾ അവരെന്താണ് ബെറിലിയം ഓക്സൈഡും ബെറിലിയം നൈട്രൈഡും തരുന്നുണ്ട്. ഇനി മഗ്നീഷ്യം എന്റെ കാര്യമാണ് അടുത്ത പറയാൻ പോകുന്നത്. മഗ്നീഷ്യം കൂടുതൽ വിദ്യുതനതയുള്ളതും വായുവിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ജ്വാലയോടെ കത്തി മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം നൈട്രൈഡ് എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം എന്നിവ വായുവുമായി ഉടനടി പ്രവർത്തിച്ച് ഓക്സൈഡും നൈട്രൈഡും ഉണ്ടാകുന്നു. ഒട്ടുമിക്ക എല്ലാവരും എന്താണ് ഓക്സൈഡ് നൈട്രൈഡ് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ വിദ്യുതനതയുള്ള ആളാണ് ആര്, മഗ്നീഷ്യം. അതായത് ഇലക്ട്രോപോസിറ്റീവ് നേച്ചർ ഉള്ള ആളാണ് മഗ്നീഷ്യം. വന്നിട്ട് എന്താണ് ഒരു നല്ല വായുവിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ജ്വാലയോട് കൂടി അല്ലെ, നല്ലൊരു എന്താ പറയാ ഒരു സ്ട്രോങ് ഫ്ലെയിം ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്, അല്ലെ ഡാസ്ലിംഗ് ഫ്ലെയിമിലാണ് എന്താണ് ഈ ഒരു മഗ്നീഷ്യം ബേൺ ചെയ്യുന്നത്. എന്നിട്ടാണ് മഗ്നീഷ്യം ഓക്സൈഡ്
തരുന്നു. ഇനി കാൽസ്യം സ്ട്രോൺഷ്യത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞു. അവ ജലവുമായി തീവ്രമായി പ്രവർത്തിച്ച് ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ജലവുമായിട്ട് ഇവർ റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യുന്നു. അടുത്താണ് എന്താ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലജൻസ്. ഹാലജൻസുമായിട്ടുള്ള പ്രതിപ്രവർത്തനം. എല്ലാ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉയർന്ന ഊഷ്മാവിൽ ഹാലജനുമായി പ്രവർത്തിച്ച് അവയുടെ ഹാലൈഡുകൾ ഉണ്ടാകുന്നു. അല്ലെ, അപ്പോൾ എല്ലാ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും എന്താണ് നമ്മുടെ ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരുടെ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലൈഡ്സ് ഉണ്ടാക്കുന്നു. അതാണ് ഇവിടെ ഒരു M+X2 gives MX2. എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹാലജൻ ആവാം. ആൻഡ് ബെറിലിയം ഫ്ലൂറൈഡ് നിർമ്മിക്കാൻ ഏറ്റവും നല്ല രീതി എന്താണ് NH4 twice BeF4 is the അതിൽ നിർമ്മിക്കാൻ ഏറ്റവും നല്ല രീതി ഇതിന്റെ താപീയ വിഘടനമാണ്. സോ ബെറിലിയം ക്ലോറൈഡ് ഓക്സൈഡിൽ നിന്നും സൗകര്യപ്രദമായി നിർമ്മിക്കാം. അതായത് NH4 twice BeF4നെ നമ്മൾ തെർമൽ ഡീകമ്പോസിഷൻ ചെയ്താൽ നമുക്ക് ബെറിലിയം ഫ്ലൂറൈഡ് ഉണ്ടാക്കാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബെറിലിയം ക്ലോറൈഡ് എന്താണ് ബെറിലിയം ഓക്സൈഡിൽ നിന്നും ഉണ്ടാക്കാം എന്ന് പറയുന്നു. ആ റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ബെറിലിയം ഓക്സൈഡ് പ്ലസ് ക്ലോറിൻ ഇവിടെ ഗിഫ്സ് ആണ്. ഗിഫ്സ് ടെമ്പറേച്ചർ ആണ് 600 to 800 കെൽവിൻ. ബെറിലിയം ക്ലോറൈഡ് പ്ലസ് കാർബൺ മോണോക്സൈഡ്. അത് ആക്ച്വലി ഇവിടെ ഒരു തുല്യപ്രിയത്തിന്റെ സിമ്പിളാണ് ഉള്ളത്. ഇവിടെ ക്ലിയർ അല്ല. ഓക്കെ, ബെറിലിയം ക്ലോറൈഡ് പ്ലസ് കാർബൺ മോണോക്സൈഡ് കിട്ടുന്നു. അപ്പോൾ ബെറിലിയം ക്ലോറൈഡും ബെറിലിയം ഫ്ലൂറൈഡും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹാലൈഡ്സ് ഫോം ചെയ്യുന്നു. അടുത്തത് ഹൈഡ്രജനുമായിട്ടുള്ള പ്രതിപ്രവർത്തനം. ബെറിലിയം ഒഴികെ എല്ലാ മൂലകങ്ങളും ചൂടാക്കുമ്പോൾ ഹൈഡ്രജനുമായി സംയോജിച്ച് അവയുടെ ഹൈഡ്രൈഡുകൾ ഉണ്ടാക്കുന്നു. അല്ലെ, MH2 അല്ലെങ്കിൽ BeCl2, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഇവ പ്രതിപ്രവർത്തിച്ച് ബെറിലിയം ഹൈഡ്രൈഡ് നിർമ്മിക്കാം. അപ്പോൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എന്താണ് ബെറിലിയം ക്ലോറൈഡ് എന്നിവ പ്രതിപ്രവർത്തിച്ച് നമുക്ക് ബെറിലിയം ഹൈഡ്രൈഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ അതിന്റെ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഹൈഡ്രൈഡ്സ് ഉണ്ടാക്കുന്നത്. അടുത്തത് അമ്ലങ്ങളുമായിട്ടുള്ള പ്രവർത്തനം. അമ്ലങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്ന എന്താണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ അമ്ലങ്ങളുമായി വളരെ പെട്ടെന്ന് പ്രതിപ്രവർത്തിച്ച് ഡൈഹൈഡ്രജൻ സ്വതന്ത്രമാക്കുന്നു. അല്ലെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നു. അപ്പം എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ് മെറ്റൽസും ആസിഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്താണ് റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്നുള്ളത്. ഓക്കെ, ഹൈഡ്രജൻ. അടുത്തത് നിരോക്സീകരണ സ്വഭാവം. നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് റെഡ്യൂസിങ് നേച്ചർ ആണ്. അപ്പോൾ റെഡ്യൂസിങ് നേച്ചർ എന്താണെന്ന് നോക്കാം. ക്ഷാരലോഹങ്ങളെ പോലെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും തീവ്രതയേറിയ നിരോക്സീകാരികളാണ്. അല്ലെ, അപ്പോൾ ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ആണ് ഇവര്. ഇത് അവയുടെ ഉയർന്ന നെഗറ്റീവ് നിരോക്സീകരണ പൊട്ടൻഷ്യൽ മൂല്യം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്, ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉയർന്ന നെഗറ്റീവ് എന്താണ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ് ഇവർക്കുള്ളത്. സോ എന്നിരുന്നാലും അവയുടെ നിരോക്സീകരണ ശേഷി ബന്ധപ്പെട്ട ക്ഷാരലോഹങ്ങളേക്കാൾ കുറവാണ്. മറ്റ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെ അപേക്ഷിച്ച് ബെറിലിയത്തിന് കുറഞ്ഞ നെഗറ്റീവ് മൂല്യമാണ് ഉള്ളത്. എന്നിരുന്നാലും അതിന്റെ നിരോക്സീകരണ സ്വഭാവത്തിന് കാരണം ബെറിലിയം 2+ അയോൺ ആണ്. ബെറിലിയം അയോണിന്റെ വലിപ്പക്കുറവ് കൊണ്ട് അതിനുണ്ടായ ഉയർന്ന ജലസംയോജന ഊർജ്ജവും താരതമ്യേന ഉയർന്ന അറ്റോമികീകരണ എൻതാൽപ്പിയുമാണ്. അപ്പോൾ ഇവരുടെ റെഡ്യൂസിങ് നേച്ചർ എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിനെക്കാട്ടിലും കുറവാണ്. അതുപോലെ ബെറിലിയത്തിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലെസ് നെഗറ്റീവ് വാല്യൂ ആണ്. ബാക്കിയുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറഞ്ഞ നെഗറ്റീവ് വാല്യൂ ആണ് അവർക്കുള്ളത്. പക്ഷേ അവർക്ക് സ്റ്റിൽ ആ ഒരു റെഡ്യൂസിങ് നേച്ചർ ഉണ്ട്. അതിന്റെ കാരണം ഈ ഹൈഡ്രേഷൻ എനർജിയും ആണ്. ബിക്കോസ് ഓഫ് ദെയർ എന്താണ് സ്മോൾ അയണിക് സൈസ്. അല്ലെ, ബെറിലിയം 2+ ആയതുകൊണ്ട് ചെറിയ സൈസും അതുപോലെ തന്നെ അറ്റോമൈസേഷൻ എൻതാൽപ്പിയും ഒരു വലിയ വാല്യൂ ആണ്. ദേ ഹാവ് എ ലാർജ് വാല്യൂ ഫോർ എന്താണ് അറ്റോമൈസേഷൻ എൻതാൽപ്പി. സോ ഇത് രണ്ടും കൊണ്ടാണ് അവർക്ക് സ്റ്റിൽ അവർ എന്താണ് ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിട്ടും അവർക്കൊരു റെഡ്യൂസിങ് നേച്ചർ കാണിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ബെറിലിയത്തിന് കുറഞ്ഞ നെഗറ്റീവ് മൂല്യമാണ് ഉള്ളത്. എന്നിരുന്നാലും അതിന്റെ നിരോക്സീകരണ സ്വഭാവത്തിന് കാരണം ബെറിലിയം അയോണിന്റെ വലിപ്പക്കുറവ് കൊണ്ടുണ്ടാകുന്ന ഉയർന്ന ജലസംയോജന ഊർജ്ജവും താരതമ്യേന ഉയർന്ന അറ്റോമികരണ എൻതാൽപ്പിയുമാണ്. ഓക്കെ, ഇനി അടുത്ത ദ്രാവക അമോണിയയിലുള്ള ലായനി. അല്ലെ, സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ നോക്കാം. ക്ഷാരലോഹങ്ങളെ പോലെ ക്ഷാരീയ മൃത്തികാലോഹങ്ങളും ദ്രവ അമോണിയയിൽ ലയിച്ച് അമോണിയേറ്റഡ് അയോണുകൾ രൂപം കൊള്ളുകയും കറുപ്പ് കലർന്ന കടും നീല ലായനി ഉണ്ടാകുകയും ചെയ്യുന്നു. അല്ലെ, അപ്പോൾ ഡീപ്പ് ബ്ലൂ ബ്ലാക്ക് സൊല്യൂഷൻ ആണ് ഇവർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ നമ്മൾ ലിക്വിഡ് അമോണിയയിൽ ഇടുമ്പോഴത്തേക്കും അവർ അതിൽ ഡിസോൾവ് ചെയ്തിട്ട് ഡീപ്പ് ബ്ലൂ ബ്ലാക്ക് സൊല്യൂഷൻ ആണ് ഫോം ചെയ്യുന്നത്. അതിൽ അമോണിയേറ്റഡ് അയോൺസ് ആണ് ഫോം ചെയ്യുന്നത്. അമോണിയേറ്റഡ് അയോണുകൾ രൂപം കൊള്ളുന്നു. അപ്പോൾ അതിന്റെ റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലായനികളിൽ നിന്നും അമോണിയേറ്റുകളുടെ അതായത് MnH3 times 2+. ഓക്കെ, അതാണ് അമോണിയേറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ലിക്വിഡ് അമോണിയയിൽ സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. ഡീപ് ബ്ലൂ ബ്ലാക്ക് സൊല്യൂഷൻസ് ആയിരുന്നു ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് അയോൺസ്. അപ്പോൾ അമോണിയേറ്റ്സിന്റെ ആ ഒരു ജനറൽ ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
സോ ഇനി അടുത്ത ഇതിന്റെ ഉപയോഗങ്ങൾ പറയണം അല്ലെ. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഉപയോഗങ്ങളിലോട്ട് കടക്കാം. ലോഹസങ്കരങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ബെറിലിയം ഉപയോഗിക്കുന്നു. ദൃഢതയേറിയ സ്പ്രിങ്ങുകൾ നിർമ്മിക്കാൻ ആവശ്യമായ കോപ്പർ ബെറിലിയം ലോഹസങ്കരം ഉണ്ടാക്കുന്നതിന് ബെറിലിയം ഉപയോഗിക്കുന്നു. ഇനി എക്സ് വികിരണ ട്യൂബുകളുടെ ജാലക നിർമ്മിക്കാൻ ബെറിലിയം ലോഹം ഉപയോഗിക്കുന്നു. അലൂമിനിയം, സിങ്ക്, മാംഗനീസ് എന്നിവയുമായി മഗ്നീഷ്യം ലോഹസങ്കരം ഉണ്ടാക്കുന്നു. അല്ലെ, ലോഹസങ്കരം അറിയാലോ, അലൂമിനിയം ആണ്. എക്സ് വികിരണ ട്യൂബുകൾ എന്ന് നമ്മുടെ എക്സ്റേ ട്യൂബ് ആണ്. ഓക്കെ, എക്സ്റേ ട്യൂബ്സിന്റെ എന്താണ് വിൻഡോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്, ജാലകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, വിൻഡോസ്. അപ്പോൾ വിൻഡോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെറിലിയമാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ അതുപോലെ അതിന്റെ യൂസസ് ആണ്, ഓരോരോ മെറ്റൽസിന്റെ യൂസസ് ആണ് പറയുന്നത്. ഇനി അലൂമിനിയം, സിങ്ക്, മാംഗനീസ് എന്നിവയുമായി മഗ്നീഷ്യം ലോഹസങ്കരം ഉണ്ടാക്കുന്നു. അതുപോലെ സാന്ദ്രത കുറഞ്ഞ മഗ്നീഷ്യം അലൂമിനിയം ലോഹസങ്കരം വിമാനം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതുപോലെ മഗ്നീഷ്യം പൊടിയും നാടയും ഫ്ലാഷ് പൗഡർ, ഫ്ലാഷ് ബൾബ്, സ്ഫോടന ബൾബുകൾ ബോംബുകൾ, അടയാളങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. കാർബൺ ഉപയോഗിച്ച് നിരോക്സീകരിക്കാൻ കഴിയാത്ത ലോഹങ്ങളെ അവയുടെ ഓക്സൈഡുകളിൽ നിന്നും ലോഹ നിഷ്കർഷണം നടത്താൻ കാൽസ്യം ഉപയോഗിക്കുന്നു. അതുപോലെ ജലത്തിൽ വിലയനം ചെയ്തിട്ടുള്ള മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അതായത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ, നമ്മൾ പഠിക്കും. ചികിത്സാ രംഗത്ത് ഒരു ആന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെ, ആന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് അസിഡിറ്റി പ്രോബ്ലംസിന് നമ്മൾ കഴിക്കുന്ന മരുന്ന്, അതിനകത്ത് എഴുതിയിട്ടുള്ള ആന്റാസിഡ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആണ് അതിൽ ഉപയോഗിക്കുന്നത്. ടൂത്ത് പേസ്റ്റിന്റെ ഒരു ഘടകമാണ് മഗ്നീഷ്യം കാർബണേറ്റ്. ഉയർന്ന ഊഷ്മാവിൽ ഓക്സിജനും നൈട്രജനും കാൽസ്യത്തിനും ബേരിയത്തിനും പ്രവർത്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് വാക്വം ട്യൂബിൽ നിന്നും വായു നിർമ്മാർജ്ജനം ചെയ്യാൻ അവ ഉപയോഗിക്കുന്നു. ഇനി വികിരണങ്ങൾ ഉപയോഗിച്ചുള്ള അർബുദ ചികിത്സയിൽ റേഡിയം ലവണങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ റേഡിയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയാണ് കുറച്ച് യൂസസ് എന്ന് പറയുന്നത്. ഇപ്പൊ മെഡിസിനൽ യൂസ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ എന്താണ്, കുറച്ച് ഈ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഇതിൽ അലൂമിനിയം മാഗ്നീഷ്യം അലോയ് യൂസ് ചെയ്യുന്ന കാര്യം പറയുന്നു. പിന്നെ എന്താണ്, മഗ്നീഷ്യം അലൂമിനിയം സിങ്കും മാംഗനീസും ടിന്നും ഒക്കെ ആയിട്ട് അലോയ് ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞു. എക്സ്റേ ട്യൂബ്സിന്റെ വിൻഡോ. സോ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് അതിന്റെ യൂസസ്. അപ്പം അതൊന്ന് നോക്കി വെക്കാം. അടുത്തതാണ് നമ്മൾ ആൽക്കലൈൻ എർത്ത് ലോഹ സംയുക്തങ്ങളുടെ പൊതു സവിശേഷതകൾ. അപ്പോൾ നമ്മൾ ആൽക്കലി മെറ്റൽസിന്റെ കോമ്പൗണ്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അതുപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കോമ്പൗണ്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ യൂസസ്, അതിന്റെ പ്രിപ്പറേഷൻ, ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അതിലോട്ട് കടക്കാം. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രകടമായ സംയോജകത അവയുടെ ദ്വിതന ഓക്സീകരണാവസ്ഥ ആണ്. ക്ഷാരലോഹ സംയുക്തങ്ങളേക്കാൾ അയോണികത കുറവും എന്നാൽ മുന്തിയ തോതിൽ അയോണികവുമായ സംയുക്തങ്ങളാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ രൂപീകരിക്കുന്നത്. ഉയർന്ന ന്യൂക്ലിയർ ചാർജും വലിപ്പക്കുറവുമാണ് ഇതിന് കാരണം. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം എന്നിവ വലിപ്പം കൂടിയ മൂലകങ്ങൾ രൂപീകരിക്കുന്ന സംയുക്തങ്ങളേക്കാൾ സഹസംയോജകമാണ് നമ്മുടെ ബെറിലിയം, മഗ്നീഷ്യം എന്നിവയുടെ ഓക്സൈഡുകളും മറ്റ് സംയുക്തങ്ങളും. സോ ക്ഷാരീയ മൃത്തികാ ലോഹങ്ങളുടെ ചില സംയുക്തങ്ങളുടെ പൊതു സവിശേഷതകൾ ചുവടെ വിശദീകരിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ്, കോമ്പൗണ്ട്സിന്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുകയാണ്. സോ അപ്പൊ എന്താണ്, ഈ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ആദ്യം പറയുന്നത് കേട്ടോ. ഈ ഒരു എന്താണ് ദ്വിതന ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, ഈ M2+ ആണ്. ഓക്കെ, അതാണ് ഡൈപോസിറ്റീവ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണുള്ളത്. പിന്നെ എന്താണ്, അവർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അയണിക് ഇൻ നേച്ചർ ആണ്. പക്ഷേ ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ അയണിക് നേച്ചർ എന്താണ്, കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് കോമ്പൗണ്ട്സിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാം. ഇപ്പോൾ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഓക്സിജനിൽ ജ്വലനം നടന്ന് മോണോക്സൈഡ് ഉണ്ടാകുന്നു, അല്ലെ. അപ്പൊ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ മോണോക്സൈഡ് ഉണ്ടാകുന്നു. ബെറിലിയം ഓക്സൈഡ് ഒഴികെയുള്ള മറ്റുള്ളവയ്ക്കെല്ലാം കല്ലുപ്പിന്റെ ഘടനയാണുള്ളത്, അല്ലെ. അപ്പൊ കല്ലുപ്പിന്റെ ഘടനയാണ് ബാക്കിയുള്ള എല്ലാവർക്കും. കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്ക് സോൾട്ട്. ഓക്കെ, റോക്ക് സോൾട്ട് സ്ട്രക്ചർ ആണ് ബാക്കി എല്ലാവർക്കും ഉള്ളത്. അതുപോലെ തന്നെ ബെറിലിയം ഓക്സൈഡിന് സഹസംയോജക സ്വഭാവമാണുള്ളത്. സഹസംയോജക സ്വഭാവം എന്തായിരുന്നു, കോവാലന്റ് നേച്ചർ ആണുള്ളത്. അതുപോലെ ഓക്സൈഡുകളുടെ രൂപീകരണ എൻതാൽപ്പി നന്നേ ഉയർന്നതിനാൽ അവയ്ക്ക് താപീയ സ്ഥിരത കൂടുതലാണ്, അല്ലെ, തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇനി ബെറിലിയം ഓക്സൈഡ് ഉഭയധർമ്മിയാണ്. എന്താണ് ഉഭയധർമ്മി എന്ന് പറഞ്ഞാൽ, ആംഫോട്ടറിക് ആയിട്ടുള്ള ആളാണ്, അല്ലെ, ആംഫോട്ടറിക് ആണ്. അതേസമയം മറ്റു മൂലകങ്ങളുടെ ഓക്സൈഡുകൾ അയോണിക സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ബെറിലിയം ഓക്സൈഡ് ഒഴികെ മറ്റെല്ലാ ഓക്സൈഡുകളും ക്ഷാര സ്വഭാവമുള്ളതും ജലവുമായി പ്രവർത്തിച്ച പരിമിതമായി ലയിക്കുന്ന ഹൈഡ്രോക്സൈഡുകൾ രൂപീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ബെറിലിയത്തിനാണ് എന്തെന്ന് പറയുന്നത്, കുറച്ച് പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് കാണിക്കുന്ന ആളാണ് ഈ ബെറിലിയം ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ബെറിലിയം ഓക്സൈഡ് ആംഫോട്ടറിക് ആണ്, പക്ഷെ ബാക്കി എല്ലാ എലമെന്റ്സിന്റെ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അയനിക് ഇൻ നേച്ചർ ആണ്. ബെറിലിയം ഓക്സൈഡിന്റെ ഒഴികെയുള്ള ബാക്കി എല്ലാ ഓക്സൈഡുകളും എന്താണ്, ബേസിക് നേച്ചർ ആണ്. അവർ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത്
പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോക്സൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മുതൽ ബേരിയം ഹൈഡ്രോക്സൈഡ് വരെ അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് ഹൈഡ്രോക്സൈഡുകളുടെ ലയത്വം, താപീയ സ്ഥിരത, ക്ഷാര സ്വഭാവം എന്നിവ വർദ്ധിക്കുന്നു. അപ്പോൾ എന്താണ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് തൊട്ട് ബേരിയം ഹൈഡ്രോക്സൈഡ് വരെ നമ്മുടെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സൊല്യൂബിലിറ്റി, തെർമൽ സ്റ്റെബിലിറ്റി, അതുപോലെ എന്താണ് ക്ഷാരീയ സ്വഭാവം, ബേസിക് ആയിട്ടുള്ള ബേസിക് നേച്ചർ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. സോ എന്നിരുന്നാലും ആൽക്കലൈൻ എർത്ത് ലോഹ ഹൈഡ്രോക്സൈഡുകൾ ക്ഷാര ലോഹ ഹൈഡ്രോക്സൈഡുകളെ അപേക്ഷിച്ച് സ്ഥിരത കുറഞ്ഞതും ക്ഷാര സ്വഭാവം കുറഞ്ഞതുമാണ്. അപ്പോൾ അവരുടെ ബേസിക് നേച്ചർ കുറവാണ്, അതുപോലെ സ്റ്റെബിലിറ്റിയും കുറവാണ്. ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആൽക്കലി മെറ്റൽസിന്റെ ഹൈഡ്രോക്സൈഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അമ്ലവുമായും ക്ഷാരവുമായും പ്രതിപ്രവർത്തിക്കുന്നതിനാൽ ബെറിലിയം ഹൈഡ്രോക്സൈഡ് ഉഭയധർമ്മി സ്വഭാവമുള്ളതാണ്. ബെറിലിയം ഹൈഡ്രോക്സൈഡ് ആംഫോട്ടറിക്, നമ്മൾ ബെറിലിയം ഓക്സൈഡ് ആംഫോട്ടറിക്ക എന്ന് പറഞ്ഞു, അതേപോലെ ബെറിലിയം ഹൈഡ്രോക്സൈഡും ആംഫോട്ടറിക് ആണ്. ബിക്കോസ് എന്താണ്, ഇറ്റ് റിയാക്ട്സ് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ആൽക്കലി. ഉഭയധർമ്മി സ്വഭാവമാണ്, ആസിഡും ആൽക്കലി ആയിട്ട് അത് റിയാക്ട് ചെയ്യുന്നു. സോ ആ റിയാക്ഷനുമാണ് ഇവിടെ കാണിക്കുന്നത്. ഹാലൈഡുകൾ. ബെറിലിയം ഹാലൈഡുകൾ ഒഴികെ മറ്റെല്ലാ ആൽക്കലൈൻ എർത്ത് ലോഹ ഹാലൈഡുകളും അയോണീകരണ സ്വഭാവമുള്ളവയാണ്. ബെറിലിയം ഹാലൈഡുകൾ അടിസ്ഥാനപരമായി സഹസംയോജവും കാർബണിക ലായനികളിൽ ലയിക്കുന്നവയുമാണ്. അല്ലെ, അപ്പൊ ഹാലൈഡുകൾ എടുത്താൽ നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ ബെറിലിയം ഒഴികെ ബാക്കി എല്ലാവരും എന്താണ്, അയോണിക സ്വഭാവമുള്ളവരാണ്. ബെറിലിയത്തിന് എന്താണ്, ഒരു സഹസംയോജക സ്വഭാവമാണുള്ളത്, അതായത് ഒരു കൊവാലൻ നേച്ചറാണ്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ്, അയനിക് നേച്ചറാണ്. അതുപോലെ തന്നെ ഓർഗാനിക് സോൾവെന്റ്സിൽ എന്താണ്, ലയിക്കുന്നവരുമാണ്, ഡിസോൾവ് ചെയ്യുന്നവരാണ്. അതാണ് കാർബണിക ലായനിയിൽ ലയിക്കുന്നവരുമാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഹാലൈഡുകൾ. സോ ബെറിലിയം ക്ലോറൈഡിന് ഖരാവസ്ഥയിൽ ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ ശൃംഖല ഘടനയാണ് ഉള്ളത്. അല്ലെ, അപ്പൊ ബെറിലിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ ബെറിലിയം ക്ലോറൈഡിന് ഒരു ചെയിൻ പോലുള്ള ഒരു സ്ട്രക്ചർ ആണുള്ളത്. ആ സ്ട്രക്ചറാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ബാഷ്പാവസ്ഥയിൽ ബെറിലിയം ക്ലോറൈഡ് ക്ലോറിൻ ബന്ധിത ഡൈമർ രൂപീകരിക്കുകയും 1200 കെൽവിൻ എന്ന ഉയർന്ന ഊഷ്മാവിൽ വിഘടിച്ച് രേഖീയ മോണോവർ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പൊ ബെറിലിയം ക്ലോറൈഡിന്റെ കാര്യമാണ് പറയുന്നത്. വേപ്പർ ഫേസിലാണെങ്കിൽ അതാണ് ബാഷ്പാവസ്ഥ. വേപ്പർ ഫേസിലാണെങ്കിൽ എന്താണ്, അതൊരു ക്ലോറിൻ ബന്ധിത ഡൈമർ ആയിട്ടായിരിക്കും അത് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ 1200 കെൽവിനിൽ എത്തിയാൽ അതെന്താണ്, വിഘടിച്ച് മോണോമർ ആയിട്ട് മാറുകയും ചെയ്യും. അടുത്തത്, ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും ഹാലൈഡ് ഹൈഡ്രേറ്റുകൾ രൂപീകരിക്കാനുള്ള പ്രവണത കുറഞ്ഞു വരുന്നു. അല്ലെ, ഹാലൈഡ് ഹൈഡ്രേറ്റുകൾ, അപ്പം നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഹാലൈഡ് ഹൈഡ്രേറ്റുകൾ ഉണ്ടാകുക, അതായത് വാട്ടർ മോളിക്യൂളും കൂടെ കൂടുതൽ കൂട്ടിയുള്ള ആ ഒരു കോമ്പൗണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് കുറഞ്ഞാണ് വരുന്നത് ബിലോ ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പം അതിന്റെ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം എന്നിവയുടെ ജലസംയോജിത ക്ലോറൈഡുകൾ. ജലസംയോജിത ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ക്ലോറൈഡ്സ്. ഇപ്പൊ മാഗ്നീഷ്യം ക്ലോറൈഡിന്റെ .8H2 എന്ന് പറയുന്ന പോലെ കാൽസ്യം ക്ലോറൈഡ് വിത്ത് അതിന്റെ ഹൈഡ്രേറ്റ്. അങ്ങനെ ജലസംയോജിതമായിട്ടുള്ള ഈ ക്ലോറൈഡുകളും ബ്രോമൈഡുകളും അയഡൈഡുകളും, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡുകൾ, അതായത് അതിന്റെ ഹാലൈറ്റ്സ് ചൂടാക്കുമ്പോൾ നിർജ്ജലീകരണം സംഭവിക്കുന്നു. നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ മോളിക്യൂൾ ലോസ് ആവുകയാണ് സംഭവിക്കുന്നത്. അപ്പൊ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയത്തിന്റെ കേസാണ് പറയുന്നത്. അവരുടെ ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് ഉള്ള ഹാലൈഡ് വിത്ത് എന്താണ്, ജലസംയോജിത, അതായത് ഹൈഡ്രേറ്റഡ് ഹാലൈറ്റ്സ് ചൂടാക്കുമ്പോൾ അവർക്ക് എന്താണ്, ഡീഹൈഡ്രേഷൻ ആണ് സംഭവിക്കുന്നത്, അതായത് വാട്ടർ മോളിക്യൂൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബെറിലിയം, മാഗ്നീഷ്യം ഇവയുടെ ജലസംയോജിത ഹാലൈഡുകളെ ചൂടാക്കുമ്പോൾ അവ ജലവിശ്ലേഷണത്തിന് വിധേയമാകുന്നു. വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തിട്ട് ഒരു മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പം ബെറിലിയം, മാഗ്നീഷ്യം ഇവയുടെ എന്താണ്, ഹൈഡ്രേറ്റഡ് ഹാലൈറ്റ്സ് ചൂടാക്കുമ്പോൾ ഹൈഡ്രോളിസിസും മറ്റവരുടെ എന്താണ്, ഡീഹൈഡ്രേഷനും ആണ് നടക്കുന്നത്. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയത്തിന്റെ ഹൈഡ്രേറ്റഡ് ഹാലൈറ്റ്സ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരെന്താണ്, ഡീഹൈഡ്രേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ ഉയർന്ന ജാലിക എൻതാൽപ്പി മൂലം ഫ്ലൂറൈഡുകൾക്ക് ക്ലോറൈഡുകളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ ലയത്വമാണുള്ളത്. സൊല്യൂബിലിറ്റി ഫ്ലൂറൈഡുകൾക്ക് എന്താണ്, കുറവായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് ഓക്സോ അമ്ലങ്ങളുടെ ലവണങ്ങൾ, ഓക്സോ ആസിഡ്സിന്റെ സോൾട്ട്. അതെന്താ നോക്കാം. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഓക്സോ അമ്ലങ്ങളുടെ ലവണങ്ങൾ രൂപീകരിക്കുന്നു. അവയിൽ ചിലത് നോക്കാം. ആദ്യത്തേത് കാർബണേറ്റുകളാണ്. ഓക്കെ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെ കാർബണേറ്റുകൾ ജലത്തിൽ അലേയമാണ്, അല്ലെ, ജലത്തിൽ ലയിക്കാത്തവയാണ്, ഇൻസൊല്യൂബിൾ ആണെന്ന് പറയാം. സോ ഈ ലോഹങ്ങളുടെ ലവണ ലായനികളിൽ സോഡിയം കാർബണേറ്റ്, ഓക്കെ, സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ അമോണിയം കാർബണേറ്റ് ചേർത്ത് കാർബണേറ്റുകൾ അവക്ഷിപ്തപ്പെടുത്താം. അല്ലെ, അപ്പം എന്താ പറയുന്നത്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കാർബണേറ്റുകളെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഇവ അടങ്ങിയിരിക്കുന്ന ഈ ലോഹങ്ങളുടെ ലവണ ലായനിയിൽ, സോൾട്ട് സൊല്യൂഷനുകളിൽ നമുക്ക് എന്താണ്, സോഡിയം കാർബണേറ്റോ അല്ലെങ്കിൽ അമോണിയം കാർബണേറ്റോ ആഡ് ചെയ്ത് ഇവരുടെ കറസ്പോണ്ടിങ് കാർബണേറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ലോഹ അയണുകളുടെ അറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് ജലത്തിൽ കാർബണേറ്റുകളുടെ ലയത്വം കുറയുന്നു. അല്ലെ, അപ്പം ഈ ഒരു മെറ്റൽ അയോൺസിന്റെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ സൊല്യൂബിലിറ്റി എന്താണ്, അതായത് നമ്മുടെ ജലത്തിൽ ഈ കാർബണേറ്റുകളുടെ സൊല്യൂബിലിറ്റി എന്താണ്, കുറഞ്ഞാണ് വരുന്നത്.
സോ എല്ലാ കാർബണേറ്റുകളും ചൂടാകുമ്പോൾ വിഘടിച്ച കാർബൺ ഡയോക്സൈഡും ഓക്സൈഡും ഉണ്ടാകുന്നു. ബെറിലിയം കാർബണേറ്റ് അസ്ഥിരമാണ്, അതിനാൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ മാത്രമേ അതിനെ സൂക്ഷിക്കാൻ കഴിയൂ അല്ലെ. അപ്പൊ ബെറിലിയം കാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ അതെന്താണ്, അതിനെ നമ്മളെപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ അതിനെ സൂക്ഷിക്കുന്നത്. അതുപോലെ ധന അയോണിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് താപീയ സ്ഥിരത വർദ്ധിക്കുന്നു. ധന അയോൺ എന്ന് പറയുന്ന കാറ്റയോൺ ആണ്. അപ്പൊ കാറ്റയോണിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് തെർമൽ സ്റ്റെബിലിറ്റി, അതാണ് താപീയ സ്ഥിരത എന്താണ് വർദ്ധിക്കുന്നത്. സോ ഇതാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, ക്ഷാരീയ മൃത്തിക ലോഹങ്ങളുടെ സൾഫേറ്റുകൾ താപീയ സ്ഥിരതയുള്ള വെളുത്ത ഖരപദാർത്ഥങ്ങളാണ് അല്ലെ, വൈറ്റ് കളറുള്ള സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസുകളാണ് സൾഫേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ബെറിലിയം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ ജലത്തിൽ ഉടനടി ലയിക്കുന്നവയാണ്. അപ്പൊ സോളിഡ് ആണ്, അതുപോലെ തന്നെ താപീയ സ്ഥിരത ഉള്ളവരാണ്, അതുപോലെ അത് വെള്ളത്തിൽ എന്താണ് ഉടനടി ലയിക്കും, ബെറിലിയം സൾഫേറ്റും മഗ്നീഷ്യം സൾഫേറ്റും. അത് കഴിഞ്ഞ് കാൽസ്യം സൾഫേറ്റ് മുതൽ ബേരിയം സൾഫേറ്റ് വരെയുള്ള ഉള്ളവയ്ക്ക് ലയത്വം എന്താണ് കുറയുന്നു. സോ ബെറിലിയം 2+ അയോൺ, മഗ്നീഷ്യം 2+ അയോൺ എന്നിവയുടെ ഉയർന്ന ജലസംയോജന എൻതാൽപ്പി ജാലിക എൻതാൽപ്പിയെ മറികടക്കുന്നത് കൊണ്ടാണ് അവയുടെ സൾഫേറ്റുകൾ ജലത്തിൽ ലയിക്കാത്തത്. അപ്പൊ ജാലിക എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ലാറ്റിസ് എൻതാൽപ്പിയാണ്. ഓക്കെ, അപ്പം മറ്റേത് ജലസംയോജന എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി. അപ്പം ഹൈഡ്രേഷൻ എൻതാൽപ്പി ബെറിലിയം ആയത്തിന്റെയും മഗ്നീഷ്യം അയോണിന്റെയും ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇവരുടെ ലാറ്റിസ് എൻതാൽപ്പി. അതുകൊണ്ടാണ് സൾഫേറ്റ്സ് എന്താണ് വാട്ടറിൽ സൊല്യൂബിൾ ആവുന്നത്. ഓക്കെ, അപ്പം ബെറിലിയം സൾഫേറ്റും മഗ്നീഷ്യം സൾഫേറ്റും ജലത്തിൽ ലയിക്കുന്നു. കാൽസ്യം സൾഫേറ്റ് മുതൽ ബേരിയം സൾഫേറ്റ് വരെ ലയത്വം കുറവുമാണ്. അടുത്താണ് നൈട്രേറ്റുകൾ. നൈട്രേറ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, കാർബണേറ്റുകളെ നേർപ്പിച്ച നൈട്രിക് അമ്ലത്തിൽ ലയിപ്പിച്ച് നൈട്രേറ്റുകൾ നിർമ്മിക്കാം. അപ്പൊ കാർബണേറ്റ്സിനെ നമുക്ക് എന്താണ്, നമ്മുടെ ഈ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നൈട്രേറ്റുകളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 6 ജലതന്മാത്രകൾ ഉൾക്കൊണ്ടാണ് മഗ്നീഷ്യം നൈട്രേറ്റ് ക്രിസ്റ്റലീകരിക്കുന്നത്. അപ്പൊ മഗ്നീഷ്യം എന്ന് പറയുന്നത് എന്താണ്, 6 വാട്ടർ മോളിക്യൂളുമായിട്ടാണ് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നത്. അതേസമയത്ത് ബേരിയം നൈട്രേറ്റ് നിർജ്ജല ലവണമായാണ് ക്രിസ്റ്റലീകരിക്കുന്നത്. നിർജ്ജലം എന്ന് പറഞ്ഞാൽ അൺഹൈഡ്രസ് വാട്ടർ, ആ വാട്ടർ മോളിക്യൂൾ ഇല്ലാതെയാണ് അവരെന്ത് ചെയ്യുന്നത്, ക്രിസ്റ്റലൈസ്ഡ് ആവുന്നത്. പക്ഷെ മഗ്നീഷ്യത്തിന് 6 വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും, ബേരിയത്തിന് എന്താണ് വാട്ടർ മോളിക്യൂൾ ഇല്ല. അപ്പൊ അതിന്റെ റീസൺ എന്താണ്, അതായത് ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയുന്നതിനനുസരിച്ചും വലിപ്പം കൂടുന്നതിനനുസരിച്ചും ഹൈഡ്രേറ്റ് രൂപം കൊള്ളാനുള്ള പ്രവണത എന്താണ്, കുറയുന്നു. ഓക്കെ, അതായത് അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു, കുറയുന്നു. സോ ഇത് ഈ ഒരു പാറ്റേൺ കാരണമാണ് ഹൈഡ്രേറ്റ് രൂപം കൊണ്ടാണുള്ള അവരുടെ ടെൻഡൻസി എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. അതേപോലെ തന്നെ ലിഥിയം നൈട്രേറ്റിനെ പോലെ ഈ നൈട്രേറ്റുകളും ചൂടാക്കുമ്പോൾ വിഘടിച്ച് ഓക്സൈഡ് രൂപപ്പെടുന്നു അല്ലെ. അപ്പം ഇവരുടെ നൈട്രേറ്റുകൾ നമ്മൾ ചൂടാക്കുവാണെങ്കിൽ അവരെന്താണ്, ഓക്സൈഡ്സ് ഫോം ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു നൈട്രേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓക്സൈഡ് ഫോം ചെയ്തു. ഓക്കെ, സോ ബെറിലിയത്തിന്റെ അസാധാരണ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ബെറിലിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. രണ്ടാം ഗ്രൂപ്പിലെ 1-ാം അംഗമായ ബെറിലിയം മഗ്നീഷ്യവും ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അസാധാരണ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. അതായത് ബെറിലിയം സെയിം ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള എലമെന്റ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഒരു അനോമലസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ആര് കാണിക്കുന്നത്, ബെറിലിയം കാണിക്കുന്നത്. അതിൽ കുറേയൊക്കെ നമ്മൾ കണ്ടു, അതിനൊപ്പം ക്രോഡീകരിച്ച് പറയാൻ പോവാണ്. കൂടാതെ അലൂമിനിയമായി വികരണ ബന്ധവും കാണിക്കുന്നുണ്ട് അല്ലെ, ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് ബെറിലിയം അലൂമിനിയമായിട്ട്. സോ ഇത് തുടർന്ന് വിശദീകരിക്കുന്നതാണ്. നോക്കാം. ഒന്നാമത്തത്, മറ്റ് അംഗങ്ങളുമായി താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം അസാധാരണമാം വിധം ചെറിയ അറ്റോമിക വലിപ്പം അല്ലെങ്കിൽ അയനിക വലിപ്പമാണ് ബെറിലിയത്തിനുള്ളത്. അപ്പൊ ബെറിലിയത്തിന്റെ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അയനിക് സൈസ് എന്ന് പറയുന്നത് എന്താണ്, ബാക്കി സെയിം ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് എന്താണ്, വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ഉയർന്ന അയനീകരണ എൻതാൽപ്പിയും കുറഞ്ഞ വലിപ്പവും കാരണം അനായാസം ജലവിശ്ലേഷണത്തിന് വിധേയമാകുന്ന സഹസംയോജക സ്വഭാവം പ്രകടിപ്പിക്കുന്ന സംയുക്തങ്ങൾ ബെറിലിയം രൂപീകരിക്കുന്നു. അപ്പൊ എന്താണ്, പെട്ടെന്ന് ഹൈഡ്രോളിസിസ് നടക്കുന്ന സഹസംയോജക സ്വഭാവം, അതായത് കൊവാലൻ നേച്ചർ ഉള്ള, ഇപ്പൊ കൊവാലൻ നേച്ചർ ഉള്ള പെട്ടെന്ന് ഹൈഡ്രോളിസ് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ട്സിനെ ആര് ഫോം ചെയ്യുന്നു, ബെറിലിയം ഫോം ചെയ്യുന്നു. അതിന്റെ കാരണം ഉയർന്ന അയനൈസേഷൻ എൻതാൽപ്പിയും അതുപോലെ തന്നെ അവരുടെ ചെറിയ സൈസുമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഉയർന്ന അയനൈസേഷൻ അല്ലെങ്കിൽ അയനീകരണ എൻതാൽപ്പിയും കുറഞ്ഞ വലുപ്പവും കാരണം അനായാസം ജലവിശ്ലേഷണത്തിന് വിധേയമാകുന്ന സഹസംയോജക സ്വഭാവം പ്രകടിപ്പിക്കുന്ന സംയുക്തങ്ങൾ ബെറിലിയം എന്ത് ചെയ്യുന്നു, രൂപീകരിക്കുന്നു. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ബാഹ്യതമ ഷെല്ലിൽ 4 ഓർബിറ്റലുകൾ മാത്രമുള്ളതിനാൽ ബെറിലിയം 4-ൽ കൂടിയ ഉപസംയോജക സംഖ്യ പ്രകടിപ്പിക്കുന്നില്ല. അതായത് കോർഡിനേഷൻ നമ്പർ ആണ്, അതായത് മാക്സിമം 4 ആണ് അവരുടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവശേഷിക്കുന്ന അംഗങ്ങൾ ഡി ഓർബിറ്റൽ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് ഉപസംയോജക സംഖ്യ എന്താണ്, 6 ആണ് അല്ലെ. അപ്പം നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമ്മുടെ ബെറിലിയത്തിന് എന്താണ്, മാക്സിമം 4 ഓർബിറ്റൽസ് ആണ് ഉള്ളത്. അപ്പൊ അവരുടെ എന്താണ് നമ്മൾ പറയുന്നത്, കോർഡിനേഷൻ നമ്പർ അല്ലെ. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4-ൽ കൂടില്ല, 4 വരെയാണ് അവരുടെ മാക്സിമം എന്ന് പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള മെമ്പേഴ്സ്, സെയിം ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിന് ഡി ഓർബിറ്റൽസ് കൂടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവരുടെ കോർഡിനേഷൻ നമ്പർ എന്താണ്, 6 ആകാം. അതുപോലെ തന്നെ ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങളുടെ ഹൈഡ്രോക്സൈഡുകളിൽ നിന്നും വ്യത്യസ്തമായി
ബെറിലിയത്തിന്റെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡും ഉഭയധർമ്മി സ്വഭാവം കാണിക്കുന്നവരാണ് അല്ലെ. അപ്പം ബെറിലിയത്തിന്റെ ഓക്സൈഡും ഹൈഡ്രോക്സൈഡ്സും എന്താണ് ആംഫോട്ടറിക് നേച്ചർ ആണ് കാണിക്കുന്നത്. അപ്പൊ ആംഫോട്ടറിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ബോത്ത് ആസിഡുമായിട്ടും ബേസുമായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയാക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ബെറിലിയവും അലൂമിനിയവും തമ്മിലുള്ള വികരണ ബന്ധം, ഡയഗണൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് കാണാൻ പോവാ. ബെറിലിയം അയോണിന്റെ അയോണിക ആരം എന്ന് പറയുന്നത് എന്താണ്, 31 പൈക്കോമീറ്റർ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ചാർജ് ബൈ ആരം അനുപാതം അലൂമിനിയം അയോണിന്റേതിന് ഏകദേശം തുല്യമാണ് അല്ലെ. അപ്പൊ ചാർജ് ബൈ റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്മുടെ ബെറിലിയത്തിന്റെയും അലൂമിനിയത്തിന്റെ അയോൺ എന്താണ് ഏകദേശം സെയിം ആണെന്നാണ് പറയുന്നത്. അതിനാൽ ബെറിലിയം അലൂമിനിയമായി ചില സാമ്യതകൾ പ്രകടിപ്പിക്കുന്നു, ചില സാമ്യതകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള ചില റിലേഷൻഷിപ്പ്, ഡയഗണൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. ലോഹത്തിന്റെ ഉപരിതലത്തിൽ ഓക്സൈഡ് പാളി രൂപപ്പെടുന്നതിനാൽ അലൂമിനിയത്തെ പോലെ ബെറിലിയവും അമ്ലവുമായി ഉടനെ പ്രവർത്തിക്കുന്നില്ല അല്ലെ. ആസിഡുമായിട്ട് എന്താണ് പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നില്ല ആര്, ബെറിലിയം, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് അലൂമിനിയം. അതാണ് അവർ തമ്മിലുള്ള ഒരു സിമിലാരിറ്റി. അടുത്ത നോക്കാം. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അലൂമിനേറ്റ് അയോൺ ലഭ്യമാക്കുന്നത് പോലെ ബെറിലിയം ഹൈഡ്രോക്സൈഡ് അമിത ആൽക്കലിയിൽ ലയിച്ച് ബെറിലേറ്റ് അയോൺ ലഭ്യമാകുന്നു അല്ലെ. അപ്പൊ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അലൂമിനേറ്റ് അയോൺ ഫോം ചെയ്യുന്നത് പോലെ ബെറിലിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യുവാണെങ്കിൽ എന്താണ്, ബെറിലേറ്റ് അയോൺ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ നോക്കാം. അലൂമിനിയത്തിന്റെയും ബെറിലിയത്തിന്റെയും ക്ലോറൈഡുകൾക്ക് ബാഷ്പാവസ്ഥയിൽ ക്ലോറൈഡ് അയോൺ ബന്ധിത ക്ലോറൈഡ് ഘടന ആണുള്ളത്. രണ്ട് ക്ലോറൈഡുകളും പ്രബല ലൂയിസ് അമ്ലങ്ങളും കാർബണിക ലായനികളിൽ ലയിക്കുന്നവയുമാണ്. അവ ഫ്രീഡൽ ക്രാഫ്റ്റ് ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നു. അപ്പൊ എന്താണ്, അലൂമിനിയത്തിന്റെ ആയാലും ബെറിലിയത്തിന്റെ ആയാലും ക്ലോറൈഡുകൾ എന്താണ്, ക്ലോറിൻ ബന്ധിത ക്ലോറൈഡ് ഘടനയാണുള്ളത് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, ഒരു ബ്രിഡ്ജ്ഡ് ക്ലോറൈഡ് സ്ട്രക്ചർ ആണ് വേപ്പർ ഫേസിലുള്ളത്, അതാണ് ബാഷ്പാവസ്ഥയിലുള്ളതെന്ന് പറഞ്ഞു. ആൻഡ് രണ്ടുപേരുടെ ക്ലോറൈഡ്സ്, ബെറിലിയത്തിന്റെ ആയാലും അലൂമിനിയത്തിന്റെ ക്ലോറൈഡ്സ് എന്താണ്, ഓർഗാനിക് സോൾവെന്റ്സിൽ സൊല്യൂബിൾ ആണ്. അതുപോലെ തന്നെ അവർ സ്ട്രോങ് ലൂയിസ് ആസിഡ്സ് ആണ്, അതാണ് ലൂയിസ് അമ്ലങ്ങളാണെന്ന് പറയുന്നത്. കാർബണിക ലായനിയിൽ ലയിക്കുന്നവയുമാണ്. അതുപോലെ തന്നെ ഇവരെന്താണ്, ഫ്രീഡൽ ക്രാഫ്റ്റ് കാറ്റലിസ്റ്റ്, ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് ആണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് കാറ്റലിസ്റ്റ് ആയിട്ടും എന്താണ് ഇവരെ രണ്ടുപേരെയും ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് അവസാനമായിട്ട് ബെറിലിയത്തിന്റെയും അലൂമിനിയത്തിന്റെയും അയോണുകൾ ബെറിലിയം BeF42- AlF63- പോലെയുള്ള ഉപസംയോജക വർഗ്ഗങ്ങൾ രൂപീകരിക്കാൻ ശക്തമായ പ്രവണത കാണിക്കുന്നു അല്ലെ. കോംപ്ലക്സുകൾ ഫോം ചെയ്യാനായിട്ട് എന്താണ് അവർക്ക് നല്ല ടെൻഡൻസി ഉണ്ട്. ബെറിലിയത്തിനും ഫ്ലൂറിനും ഒക്കെ എന്താണ് ഇതേപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനായിട്ടുള്ള സ്ട്രോങ് ടെൻഡൻസി ഉണ്ട്. ഓക്കെ, സോ അതാണ് ഇവർ തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട സംയുക്തങ്ങളാണ്. അപ്പം അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പൊ ഇത് സെക്കൻഡ് ക്ലാസ് ആണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ്. അടുത്തൊരു വീഡിയോയോട് കൂടി എസ് ബ്ലോക്ക് എലമെന്റ്സ് തീരും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.